ആറാട്ടുപുഴ വേലായുധ പണിക്കരെ പോലുള്ള ഒരാൾ കയറി വരുന്നതും അദ്ദേഹം ഒരു കൂട നിറയെ മൂക്കുത്തിയുമായിട്ട് വന്നിട്ട് അന്ന് ചന്തകളിൽ മുഴുവൻ മൂക്കുത്തി വിതരണം നടത്തുകയാണ്. അന്ന് എല്ലാ സ്ത്രീകളും മൂക്കുത്തി ഇട്ടുകൊണ്ട് ചന്തയിലൂടെ നടക്കുന്ന ഒരു സമരത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിൽ നിന്ന് കിട്ടിയ ഊർജം കൊണ്ടും അതിൽ നിന്ന് കിട്ടിയ വീര്യം കൊണ്ടുമാണ് ഇന്ന് നിങ്ങൾ അടക്കമുള്ള കുട്ടികൾ ഇങ്ങനെ ഒരു സ്വന്തം നിലപാടുകൾ പറഞ്ഞുകൊണ്ട് സ്വന്തം വ്യക്തിത്വത്തോടു കൂടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ആർജവത്തോടു കൂടിയിട്ട് ഊർജത്തോടു കൂടിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അന്ന് മിഷണറിമാരും അതിനുശേഷം ഇവിടെയുള്ള സാംസ്കാരിക പ്രവർത്തകരും റെനൈസൻസിന്റെ കാലഘട്ട നവോത്ഥാന കാലഘട്ടത്തിലെ നേതാക്കന്മാരും ഒക്കെ ചേർന്നിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വിദ്യാഭ്യാസ നയമാണ് എന്ന് നമ്മൾ വിദ്യാഭ്യാസ വിപ്ലവമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോ ഇത്രയധികം പ്രാധാന്യം യഥാർത്ഥത്തിൽ ഇവിടെ മിഷണറിമാരുടെ പ്രവർത്തനത്തിലുണ്ട്. അതിൽ ഒരാളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ദേവദാസി മദർ തെരേസ ഓഫ് സെന്റ് ജോസഫ് ലിമ എന്ന് പറയുന്ന മഹനീയ വ്യക്തിത്വം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവരൊക്കെ ഇവിടെ ഒഴുക്കിയ രക്തം കൊണ്ടും ചോര കൊണ്ടും രക്തം കൊണ്ടുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളം രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കേരളത്തിലുണ്ടായിരുന്ന അടിമ സമ്പ്രദായം എന്നുള്ള സംഭവം. അപ്പോ നമ്മളതൊന്നും ആലോചിച്ച് നോക്കൂല. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോ നമ്മുടെ ഇപ്പൊ ആഫ്രിക്കയിലാണ് അടിമ സമ്പ്രദായം ഉണ്ടായതെന്ന് പറയും. ഇപ്പൊ നിങ്ങളെ എടുത്ത് വായിച്ചു നോക്കേണ്ടത് ഇപ്പോ കേരളത്തിലെ അടിമവംശത്തിന്റെ ചരിത്രം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം എടുത്തു നോക്കണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കും എങ്ങനെയാണ് ഇപ്പോൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം മറ്റു സാധനങ്ങളൊക്കെ എങ്ങനെ വന്നതെന്നുള്ളത്. കാരണം അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലെ ഉണ്ടായിരുന്ന ലോകത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ അടിമ ചരിത്രം ഉണ്ടായിട്ടുള്ളത് കോങ്കോയിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലും മറ്റുമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ള അടിമ വംശത്തിന്റെ ചരിത്രമാണ് കേരളത്തിലുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കണം. കുറെ കഴിഞ്ഞിട്ട് ഇപ്പോ ഇവിടുത്തെ തലശ്ശേരിയിലെ ബാബർ എന്ന് പറയുന്ന ഒരു മജിസ്ട്രേറ്റ് അവിടെ കൊണ്ടുവന്ന കുറെ മനുഷ്യന്മാരോട് അദ്ദേഹം അവിടുന്ന് അവരുടെ പരാതി എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് നമുക്ക് ഞെട്ടിക്കുന്ന ഒരു ചരിത്രം നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന അടിമവംശത്തിന്റെ ചരിത്രം അതിന്റെ നിലവറ തുറക്കപ്പെടുന്നത് ആ സമയത്താണ് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് എല്ലാവരും പറയുന്നത് അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ. അപ്പോ ഈ കഷ്ടപ്പാടുകൾ അതിന്റെ ഒരു വലിയൊരു ചരിത്രം. ഇപ്പൊ ഇവിടെ നിന്ന് മധ്യ തിരുവിതാംകൂറിൽ നിന്നൊക്കെ ആളുകളെ എല്ലാ ആൾക്കാരും ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോവുകയാണ്. പിടിച്ചുകൊണ്ടുപോയിട്ട് എവിടത്തേക്ക് ഈ പറയുന്ന പോലെ ഇവിടെ ഇവർ വന്ന ബ്രിട്ടീഷുകാർ വന്നപ്പോ ബ്രിട്ടീഷുകാർ, അതേപോലെ തന്നെ നമ്മുടെ പോർച്ചുഗീസുകാർ വന്നപ്പോ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ വന്നപ്പോ ഡച്ചുകാർ, ഇവിടുന്നൊക്കെ ആളുകളെ ഇങ്ങനെ പിടിച്ചിട്ട് അതായത് പട്ടിയും പൂച്ചയും പിടിക്കുന്ന പോലെ പിടിച്ചെടുത്തിട്ട് ആണും പെണ്ണും അടക്കം കുട്ടികളുള്ള എല്ലാവരും അടക്കം ഇവരെ നേരെ കപ്പലിൽ കയറ്റിട്ട് ഇവിടുന്ന് കൊണ്ടുപോവാണ്. കാരണം ഇവിടെ ചിരുകണ്ഠൻ അതുപോലെ തന്നെ അങ്ങനെയുള്ള പേരുകളാണല്ലോ ഇവിടെ കോമൻ രാമൻ എന്നൊക്കെയുള്ള പേരാണ്. ഇതൊന്നും വിളിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റില്ല, പോർച്ചുഗീസുകാർക്ക് പറ്റില്ല. അപ്പൊ ഇവരൊരു പരിപാടി എടുത്തു, ആളുകൾക്ക് ഓരോ പേരിട്ടു. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്നൊക്കെയാണ് ആൾക്കാരുടെ പേര്. ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരുടെ പേരിട്ടിട്ട് അവർക്ക് അവിടെ വിളിക്കാനുള്ള സൗകര്യത്തിന് ഇത്തരത്തിലുള്ള പേരിട്ടിട്ടാണ് ഇവിടുന്ന് അടിമകളെ പലപ്പോഴും അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇവിടെയുള്ള അതുപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സാമൂതിരിയുടെ നിലവറ തുറക്കുമ്പോൾ അല്ലെങ്കിൽ കൊച്ചി രാജാവിന്റെ നില തുറക്കുമ്പോൾ അതിനകത്ത് ആഫ്രിക്കൻ പെൺകുട്ടികളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അടിമകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റപ്പെടുത്തി ചെയ്യപ്പെടുന്ന വലിയ ഒരു ചരിത്രം, ഒരു ഭീഷണമായ ഒരു ചരിത്രം, ദാരുണമായ ഒരു ചരിത്രം കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ആ ദാരുണമായ ചരിത്രത്തെ തിരുത്തി കുറിച്ചത് മിഷണറിമാരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അന്ന് ഇവിടുന്ന് ഒരു രക്ഷയുമില്ലാതെ ഇവിടുന്ന് അദ്ദേഹം ഇപ്പൊ നമ്മള് സാധാരണ ഈ ഈഴവന്മാർക്കിടയിൽ മാത്രമല്ല, അതായത് ദളിത് ആ വിഭാഗത്തിനിടയിൽ മാത്രമല്ല, അത് നായന്മാർക്കിടയിൽ നിന്ന് കുറെ ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അന്നത്തെ നായന്മാരുടെ കുട്ടികള് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട്, അതായത് താഴ്ന്ന ജാതിയുടെ ആളുകളെടുത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് അപ്പൊ തന്നെ ജാതിന്ന് പുറത്താക്കും. ചെറിയ കുഞ്ഞായി പോയാലും ജാതിന്ന് പുറത്താക്കും. ആ കുഞ്ഞിനൊന്നും അറിയില്ല. ചെറിയ നമ്മൾ മറ്റേ കൊണ്ടുതന്ന കുഞ്ഞുങ്ങളെ പോലെ ചെറിയ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നമുക്ക് അവരപ്പുറത്ത് കളിക്കാൻ വേണ്ടി പോയ സമയത്ത് അപ്പുറത്ത് അവനറിയോ ഈഴവനാണോ അല്ലെങ്കിൽ മറ്റേ ദളിതാണോ എന്ന് അറിയാം. അവനവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. ഈ കുട്ടിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുള്ളതാണ്. അച്ഛനമ്മമാരൊക്കെ കണ്ണിലൊന്നും നോക്കാതെ തന്നെ ഒരു ജാതീയതയുടെ പേരിൽ ഈ കുട്ടികളെ ഇവിടുന്ന് പുറത്താക്കുകയും ഈ കുട്ടികളെ ഈ അടിമ കച്ചവടം നടത്തുന്ന ആളുകളെ ഈ കുട്ടികളെ തട്ടിയെടുക്കുകയും ഈ കുട്ടികളെ ഇവിടുന്ന് അടിമകളാക്കിയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ചരിത്രത്തെ കുറിച്ച് ആലോചിച്ച് നോക്കുക. അങ്ങനെ
ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ആളുകൾ മുഴുവൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടത് ഈ പറയുന്ന പോലെ മുണ്ടക്കയ ഭാഗത്തേക്കാണ് അല്ലെ. ആ മുണ്ടക്കയത്ത് ഉണ്ടായിരുന്ന, കോട്ടയത്തും മുണ്ടക്കയത്തും ഉണ്ടായിരുന്ന മിഷണറിമാരാണ് അന്ന് ഈ അടിമകളെ മുഴുവൻ ചേർത്ത് പിടിക്കുകയും അവരിൽ ഒരാളായിട്ട് മാറ്റി നിർത്തുകയും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയൊക്കെ ചെയ്തത്. മലയാളന്മാർക്ക് അടക്കമുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത് മിഷണറിമാരാണ്. അപ്പോ അങ്ങനെ അവരെ ചേർത്ത് നിർത്തിയിട്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ട് അവർ മനുഷ്യരാണെന്ന് അവരെ തെളിയിച്ചിട്ട് ഈ പറയുന്ന ജാതിക്കും മതത്തിനും എതിരെ ശക്തമായിട്ട് മതത്തിനെതിരെ എന്നല്ല, മതാന്ധതക്കെതിരെ അല്ലെങ്കിൽ ജാതീയമായ അന്ധതക്കെതിരെ നിലയുറപ്പിച്ച് നിർത്തിയത് യഥാർത്ഥത്തിൽ ഈ മിഷണറിമാരാണ് എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ വലിയ 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 ചരിത്രമുണ്ട്. അത്തരത്തിലുള്ള ചരിത്രത്തിലൂടെ കടന്നു വന്ന ഒരു ജനതയാണ് യഥാർത്ഥത്തിൽ നമ്മൾ. അപ്പോ കേരളം രൂപപ്പെടുത്തിയത് പരശുരാമനല്ല, ഇവിടെ ഉള്ള ഈ പറയുന്ന പോലെ ഒരുപാട് തന്നെ ഈ മിഷണറിമാരും അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരുപാട് സിസ്റ്റേഴ്സും അതുപോലെ തന്നെ ഒരുപാട് അച്ഛന്മാരും അതുപോലെ തന്നെ വൈദികന്മാരും അതുപോലെ തന്നെ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ പോലുള്ള ആളുകളും ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഈ അയ്യങ്കാളിയുടെ പോലുള്ള ആളുകളൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളം അങ്ങനെയാണ് പലപ്പോഴും കേരളം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഇന്ന് ഇത്തരത്തിലുള്ള നമ്മുടെ ജാതീയമായിട്ടും അല്ലെങ്കിൽ മതപരമായിട്ടും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളും ഒക്കെ തന്നെ മാറ്റിക്കൊണ്ട് ഇപ്പൊ എന്റെ മോൻ പഠിക്കുന്ന ബാംഗ്ലൂരാണ്. ഞാൻ ഒരു ചെറിയ കാര്യം പറയാം, എങ്ങനെയാണ് ഈ അന്ധവിശ്വാസം പോയിക്കൊണ്ട് ഇപ്പൊ ഇത്രയും വലിയ വലിയ ഭയങ്കര വിദ്യാഭ്യാസ സാധനങ്ങളുണ്ട്. ഈ വിദ്യാഭ്യാസം ഇങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല. വെറുതെ നിങ്ങൾ പറഞ്ഞു ഒരു 10 ഡിഗ്രിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ഈ വിജ്ഞാനത്തെ ജ്ഞാനമായിട്ട് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത് അല്ലെ. വിജ്ഞാനത്തെ എങ്ങനെ നിങ്ങൾ ജ്ഞാനമായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ എന്റെ മോൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്നത് അവൻ ടോയ്ലറ്റ് ഇരുന്നിട്ട് വിസിലടിച്ച് ടോയ്ലറ്റ് എടുത്ത് വന്ന് പാട്ട് പാടിക്കൊണ്ട് വിസിലടിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടോയ്ലറ്റ് തുറക്കുമ്പോൾ കുറെ ആൾക്കാരാണ്, അല്ല ഹിന്ദിക്കാരാണ്, മറ്റേ നോർത്ത് ഇന്ത്യൻസുള്ള കുറെ കുട്ടികളാണ് അവന്റെ കൂടെ ഉള്ളത്. അപ്പൊ അവര് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിസിലടിച്ചു കഴിഞ്ഞാല് ടോയ്ലറ്റിൽ ഇരുന്നിട്ട് വിസിലടിച്ചു കഴിഞ്ഞാൽ പ്രേതം വരും. അപ്പൊ ഇവൻ വിചാരിച്ച് തമാശ പറയുന്നതാണ്, അങ്ങനെ ഒരു സാധനമുണ്ട് പ്രേതം വരുവാണ്. അപ്പൊ ഓവർ എന്ത് ഭ്രാന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രേതം ഒരു പ്രേതമൊന്നുമില്ല, അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല എന്ന് അവൾ കേരളത്തിന്റെ രീതിയിൽ അവൻ പറഞ്ഞു, നീ അത് പറയേണ്ട കാര്യമില്ല, ഈ ഇവിടത്തേക്ക് ബീച്ചിലേക്ക് പ്രേതം വരുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഇനി മേലാലും നീ ഇതിനകത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യരുത്, വിസിലടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തി. അവരെ ഭയങ്കര തല്ലാൻ വന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ അധികം എന്താക്കണ്ട, നീ വലിയ സാമൂഹ്യ പ്രവർത്തനം നടത്തണ്ട, കാരണം നിന്റെ ആരോഗ്യം നോക്കിയിട്ട് നീ സാമൂഹ്യ പ്രവർത്തനം നടത്തിയാലെങ്കിലും അതുകൊണ്ട് നീ പറഞ്ഞു കൊടുക്കാൻ നോക്ക്, നീ തല്ലാനും കൊല്ലാനൊന്നും പോകണ്ട എന്ന് എനിക്ക് പറയേണ്ടി വന്നു. ഈ കുട്ടികൾ മുഴുവൻ ഇവിടെ കമ്പ്യൂട്ടർ സയൻസും അതുപോലെ തന്നെ മറ്റേ ഈ പറയുന്ന പോലെ സോഷ്യോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും വരുന്ന ജനങ്ങളാണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തന്നെയാണ് യഥാർത്ഥത്തിൽ അവിടെ വന്നിട്ട് ഈ കേരളക്കാരനായ ഈ ഒരു ചെറുപ്പക്കാരനോട് സംസാരിച്ചത് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഞാൻ എഴുതിയ ഒരു കഥയുണ്ട്, എന്താ ഈ മറ്റേ സിംഗപ്പൂരിൽ നിന്ന് പറഞ്ഞൊരു കഥ. ഈ സിംഗപ്പൂരിൽ നിന്ന് പറഞ്ഞ കഥ വളരെ രസകരമായിട്ടൊരു രസമായിട്ടൊരു കഥയാണ്. അത് ഒരു വിശ്വാസത്തെ കുറിച്ചുള്ള ഒരു കഥയാണ്. അപ്പോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാൻ ഒരു പുത്തൂർ എന്ന് പറയുന്ന സ്ഥലം, പുത്തൂർ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് അപ്പുറത്തുള്ള മറ്റേ കർണാടകയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ആ പുത്തൂരില് അവിടെയുള്ള ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് വന്നു. ആ ന്യൂസ് എന്ന് പറഞ്ഞാൽ അവിടെ രാജേന്ദ്ര പ്രസാദ് കാപ്പു എന്ന് പറയുന്ന ഒരുത്തൻ അവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് 2-3 കാക്കകളെ വളർത്തുകയാണ്. അവൻ എവിടെ നിന്ന് പോകുന്ന സമയത്ത് അവനിങ്ങനെ ബിസിനസ്സൊക്കെ പൊട്ടിയിട്ട് വേറെ എന്തൊക്കെ കച്ചവടമൊക്കെ ചെയ്തിട്ട് ആകെ പൊട്ടി ഒന്നുമില്ലാതിരിക്കുന്ന സമയത്താണ് 2 കാക്കകൾ അവന് കിട്ടുന്നത്. ഈ കാക്കയെ എടുത്തിട്ട് അവൻ ട്രെയിൻ ചെയ്തു. കാരണം ഇപ്പോഴത്തെ ഹിന്ദുക്കളുടെ ഇതില് നമ്മൾ ഇത് ചെയ്യും, പിന്നെ ബലിയിടും. അപ്പൊ ബലിയിടിട്ട് ബലിച്ചോറ് വെക്കണം. ബലിച്ചോറ് വന്നിട്ട് ഈ കാക്കകൾ കൊത്തി തിന്നണം. ആ കാക്കകള് ആത്മാക്കളായിട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ കാക്കകൾ കൊത്തി തിന്നാൽ മാത്രമേ ഈ ബലിച്ചോറ് കാക്കകൾ കൊത്തി തിന്നാൽ മാത്രമേ ഈ ആത്മാവിന് മോക്ഷം കിട്ടൂ എന്നുള്ളതാണ്. അപ്പൊ ഈ കാക്കകളാണ് യഥാർത്ഥത്തിൽ ആത്മാക്കളായിട്ട് വരുന്നത് എന്നുള്ളൊരു സങ്കല്പം നമ്മുടെ കേരളത്തിൽ ഉണ്ട്. കേരളത്തിന്റെ ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇത്തരത്തിലൊരു സങ്കല്പമുണ്ട്. അപ്പൊ ഇവൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റ് ചെയ്യാണ്. അവൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ 2 കാക്കകളെ ട്രെയിൻ ചെയ്തിട്ട് ഈ മറ്റേ ബലിച്ചോറ് തിന്നാൻ വേണ്ടിയിട്ട് അവൻ കൊടുക്കുകയാണ്, മറ്റേ വാടക കൊടുത്തോണ്ടിരിക്കുകയാണ്. കാക്കകളെ വാടക കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ആ കഥയിലും ഇതേപോലെ തന്നെ
ഇവിടുത്തെ ശ്രീനിവാസ എന്ന ഒരാള്, അയാൾക്ക് ജീവിതത്തിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഓരോ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അയാളുടെ അടക്കാത്തോട്ടം നശിച്ചുകൊണ്ടിരിക്കുന്നു. അയാളുടെ സഹോദരിയുടെ ഒരു കുട്ടി എന്തായിട്ട് വളർന്നു, ആ കുട്ടിയുടെ ഗർഭചിത്രം നടക്കുന്നു, മറ്റേ കുട്ടിക്ക് എൻട്രൻസ് എഴുതിയിട്ട് ഇത് കിട്ടാതാവുന്നു. ഇങ്ങനെ 100,000 പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെയൊക്കെ 2 കാരണക്കാരാണെന്ന് പറഞ്ഞാൽ ഇവിടെ തങ്ങളെ ഇതുവരെ സ്നേഹിച്ചു പോറ്റി വളർത്തി മരിച്ചുപോയ തങ്ങളുടെ അച്ഛനമ്മമാരാണ് എന്ന് വിശ്വസിക്കുകയാണ്. ഈ അച്ഛനമ്മമാര് മരിച്ചുപോയി. പക്ഷെ ഈ അച്ഛനമ്മമാര് മോക്ഷം കിട്ടാത്തത് കൊണ്ട്, ആ മോക്ഷപ്രാപ്തിയിൽ എത്താത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവര് ഈ രീതിയിൽ ഈ ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വസിക്കുകയും അങ്ങനെ ഒരു പ്രശ്നം വെക്കുകയും, പ്രശ്നം വെച്ച് നമ്മൾ പറഞ്ഞു 2 ആത്മാക്കളും മോക്ഷത്തിനായിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം, എത്രയും വേഗം ഇവർക്ക് മോക്ഷപ്രാപ്തി കിട്ടുന്ന രീതിയിൽ, കാക്ക എടുക്കുന്ന രീതിയിൽ ഈ പറയുന്ന ബലികർമ്മം വീണ്ടും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ലാസ്റ്റ് ഒരു രക്ഷയില്ല, ഒരിക്കലും കാക്ക എടുക്കുന്നില്ല അല്ലെ. എന്റെ അച്ഛൻ്റെ ഒക്കെ വിളിച്ചോറ് വെച്ചിട്ട് ഇവിടെ കോഴിയും ഇതൊക്കെയാണ്, ഉറുമ്പൊക്കെയാണ് എടുത്തത്. കാരണം കാക്കയില്ല നാട്ടില്, കാരണം ഡസ്റ്റ്ബിൻ ഇല്ല അല്ലേ. നമ്മള് പണ്ടാണെങ്കിൽ നമ്മള് കാക്കയെ കുറിച്ച് വൈലോപ്പള്ളി കവിത എഴുതിയിട്ടുണ്ട് അല്ലെ. നമ്മള് അടുക്കളപ്പുറം വൃത്തിയാക്കുന്ന എന്താണ് മുനിസിപ്പൽ തൊഴിലാളിയാണ് യഥാർത്ഥത്തിൽ കാക്ക എന്ന് പറയുന്നത് അല്ലെ. കാക്ക വന്നിട്ട് കാക്കയോട് സംസാരിക്കുന്ന അമ്മമ്മമാരുണ്ടായിട്ടുണ്ട്. എന്റെ അമ്മമ്മയെല്ലാം കാക്കയോട് സംസാരിക്കുന്നത് അവരെ ഫ്രണ്ട്സിനെ പോലെയാണ്. അപ്പൊ ഇത്രമാത്രം പ്രകൃതിയുമായിട്ടൊക്കെ നമുക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധങ്ങളൊന്നുമില്ല. ഇന്ന് എല്ലാ സാധനങ്ങളും വേസ്റ്റ് ബിന്നിലാക്കിയിട്ട് കൊണ്ടുപോയിട്ട് എവിടെയോ കൊണ്ടുപോയി കളയാണ്. കാക്കകളൊക്കെ പോയി. ഭക്ഷണമില്ലായിരിക്കുന്ന സമയത്ത് ഒരു കാക്കയും ഉണ്ടാവില്ല, കാക്കകളൊക്കെ പോയി. അപ്പോ ഇത്തരത്തിൽ കാക്കകൾ ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ ഈ കേരളത്തിൽ മുഴുവൻ ആത്മാക്കൾ ഗതിയില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ എല്ലാ ആത്മാക്കളും ഗതിയില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ അവസ്ഥ നമ്മളച്ഛനൊക്കെ എവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പറയാൻ പറ്റില്ല. കാരണം അപ്പോ ഉണ്ടാകുന്ന സമയത്ത് നന്നായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ മരണത്തിന് ശേഷം നോക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നോക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നുണ്ടോ. അപ്പൊ ഇങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു വെച്ചാൽ ഇവർ ലാസ്റ്റ് പറയാണ്, അവസാനം ഗളേര ബഹളം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ നോക്കിയിട്ട് നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾ, അതിൽ ഒരാളുടെ മകള് പറയുന്ന ഗളേര ബഹളം എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ ഇതുപോലെ തന്നെ രാജേന്ദ്ര പൂജാരി കാപ്പു എന്ന് പറയുന്ന ഒരുത്തരം കണ്ടെത്തിയിട്ടുണ്ട്. അവന്റെ കയ്യിൽ 2 കാക്കയുണ്ട്, അവൻ കാക്കയായിട്ട് വരും എന്ന് പറയുന്നത്. അങ്ങനെ ഫോൺ വിളിക്കുന്നു. അയാൾ ഭയങ്കര സംഭവത്തിൽ ഭയങ്കര ഇതൊക്കെ ഉണ്ട്. ഇനിയും ഷർട്ടും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ച് ഭയങ്കര സ്റ്റൈലായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പ്രശ്നം ചോദിക്കും. അപ്പൊ ഇങ്ങനെ ഭയങ്കരമായ പ്രശ്നമുണ്ട്, അച്ഛനും നമുക്ക് മോശം കിട്ടിയില്ല, ആത്മാക്കൾക്ക് മോശം കിട്ടണം. അപ്പൊ അത് നിങ്ങളെ കാക്കനെ കിട്ടുന്നു എന്നുള്ളൊരു ഇത് നിങ്ങൾ ഇത് കണ്ടു. ഓക്കെ, കാക്കനെ കിട്ടും. അപ്പോ ഞാൻ കാക്കയായിട്ട് വരാം. അപ്പൊ കാക്കയായിട്ട് വരുന്ന സമയത്ത് ഒരു കാക്കക്ക് 2,500 രൂപയാണ്. 2,500 രൂപ GST വേറെ, കാക്കക്ക് GST വേറെ കൊടുക്കണം. 2,500 രൂപ കൊടുക്കണം. പിന്നെ വരുന്ന സമയത്ത് AC കാർ വേണം. AC കാറിലാണ് കാക്കനെ കൊണ്ടുവരുന്നത്. കാക്കനെ കൊണ്ടുവന്നിട്ട് ഇവിടെ 4 സ്റ്റാർ ഹോട്ടലിൽ വന്നിട്ട് താമസിച്ചു. താമസിച്ചതിന് ശേഷം തലേ ദിവസം രാത്രി അയാൾക്ക് മാത്രമേ ഭക്ഷണം വേണ്ടൂ, കാക്കക്ക് ഭക്ഷണം വേണ്ട. കാക്കക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ ഇത് കൊത്തി തിന്നില്ല. അതുകൊണ്ട് കാക്കക്ക് ഭക്ഷണം വേണ്ട, പട്ടിണിയാണ് കാക്ക. അപ്പോ അങ്ങനെ ഭക്ഷണം പ്രൊവൈഡ് ചെയ്തു, എല്ലാം ചെയ്തിട്ട് രാവിലെ ഇവിടെ ഭയങ്കരമായിട്ട് വലിച്ചോറും മറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഇലയൊക്കെ വെച്ചിട്ട് ബ്രാഹ്മണനൊക്കെ വന്നിട്ട് ഭയങ്കരമായ പൂജയും വലിയ തർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷയാണ് എന്താ ഇപ്രാവശ്യം കാക്ക. അപ്പോഴേക്കും 50 മീറ്റർ അപ്പുറത്ത് നമ്മുടെ ആള് വന്നിട്ട് അവിടെ വണ്ടി വന്നിട്ട് കാക്കേനെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അവിടുന്ന് കൈ സിഗ്നൽ കൊടുക്കുമ്പോൾ ഇവിടുന്ന് കാക്കേനെ വിടും. കാക്കേനെ വിട്ടു കഴിഞ്ഞാൽ ആദ്യം പിടിച്ച കാക്ക ആദ്യം പിടിച്ച ആത്മാവ് എന്തായാലും അത് കൊത്തിത്തും. അപ്പോ അങ്ങനെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ചെയ്ത് എല്ലാം റെഡിയായി വലിച്ചോറ് ഉരുട്ടി വെച്ച് സിഗ്നൽ അടിക്കുമ്പോൾ കാക്ക വരുന്നില്ല. അപ്പൊ നമുക്ക് എന്താണ് സംഭവം ആകെ അത്ഭുതപ്പെട്ട് നോക്കുമ്പോഴാണ് കാണുന്നത് തൊട്ടപ്പുറത്ത് അവിടെ ഈ ഫോറസ്റ്റ് ഓഫീസർമാർ വന്നിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ആനിമൽ പ്രൊട്ടക്ട് ആക്ട് പ്രകാരം കാക്കയെ വളർത്തുന്നത് ശരിയല്ല. അങ്ങനെ ഈ വിവരം അറിഞ്ഞിട്ട് വന്നിട്ട് ഈ രാജേന്ദ്ര പൂജാരിനെയും കാപ്പൂനെ അറസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഈ ബാക്കിയായ വലിച്ചോറുമായിട്ട് ഈ ശ്രീനിവാസ എന്ന് പറഞ്ഞൊരു പാവം മനുഷ്യൻ ഈ വണ്ടിന്റെ പിറകിലേക്ക് എന്റെ അച്ഛന് മോക്ഷം തരൂ, എന്റെ ഇതെങ്കിലും കൊടുത്ത് തിന്നിട്ട് പോവോ, ഇതൊന്നും കൊടുത്തിട്ട് പോവോ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പിറകെ ഓടുന്ന സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ആ കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ ഈ അമേരിക്കയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മാജിക് അവിടെ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മാജിക് വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അമേരിക്കക്കാരാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോ ഇത് നമ്മുടെ വിജ്ഞാനത്തെ ജ്ഞാനമാക്കി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ അതിന് വിവേകമാക്കി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ
യഥാർത്ഥത്തിൽ നമുക്ക് യഥാർത്ഥ വിദ്യാഭ്യാസം എന്താണെന്നുള്ള അതിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമുക്ക് എത്തുകയുള്ളൂ. പിന്നെ നമ്മുടെ കൂടുതൽ ഞാൻ പറയുന്നില്ല, കൂടുതൽ നീട്ടുന്നില്ല. കാരണം വെച്ചാൽ വിവര സാങ്കേതികത വിപ്ലവത്തിന്റെയൊക്കെ വലിയൊരു കാലഘട്ടമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഇനി നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ഞങ്ങളുടെ ലോകം പോലെയല്ല, ഏറ്റവും ഭീകരമായ ലോകമാണ് നിങ്ങളുടെ മുമ്പിലോട്ട് വരാൻ വേണ്ടി പോകുന്നത്. എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തിരഞ്ഞെടുക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. കാരണം ഈ ഫേക്കിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് ശരിയാണ് എന്നോ ഏത് തെറ്റാണ് എന്നോ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ ഈ അൽഗോരിതങ്ങൾ നിങ്ങളെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോ അറിയാം, മമ്മൂട്ടി ഏതിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇപ്പോ ഈ പറയുന്ന എന്താണ് രേഖാചിത്രം അല്ലെ, രേഖാചിത്രം എന്ന സമയത്ത് മമ്മൂട്ടി അഭിനയിച്ചിട്ടില്ല, പക്ഷെ മമ്മൂട്ടി അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇനി മമ്മൂട്ടി ഇല്ലാതെ തന്നെ മമ്മൂട്ടി ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. കാരണം സന്തോഷ് ഏച്ചിക്കാനം എന്ന ഒരാള് ഇവിടെ വന്ന് പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ സന്തോഷ് ഏച്ചിക്കാനം എന്ന് പറയുന്ന ഒരാള് ഇവിടെ തിരുവനന്തപുരത്ത് പോക്കറ്റ് അടിച്ചു എന്ന് പറയും. തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് പോക്കറ്റ് അടിച്ചു, അവിടെ ആരുണ്ടാവും? സന്തോഷ് ഏച്ചിക്കാനം ഉണ്ടാവും. ഈ പറയുന്ന പോലെ സെന്റ് തെരേസാസ് കോളേജിൽ പ്രസംഗിക്കുന്ന സ്ഥലത്തും ആരുണ്ടാവും? സന്തോഷ് ഏച്ചിക്കാനം ഉണ്ടാവും. ഇതൊക്കെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാൻ വേണ്ടി പറ്റാത്ത രീതിയിലാണ് കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് വേണമെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണം. കാരണം ഇനി വരാൻ വേണ്ടി പോകുന്നത്, ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഏറ്റവും വലിയ ബോറടിയുടെ കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. മൈക്രോ ബോർഡം എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഇപ്പോഴുണ്ട്. കാരണം നിങ്ങളിപ്പോ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെ, സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു മൊബൈൽ. ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ് പോലും നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. കാരണം ആ 30 സെക്കൻഡ് ആകുമ്പോഴേക്കും നിങ്ങൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. ഇപ്പൊ കുട്ടികൾ പറയാൻ വേണ്ടി തുടങ്ങുന്നു, ചെറിയ കുട്ടികൾ പറയാൻ വേണ്ടി തുടങ്ങുന്നു, എനിക്ക് ബോറടിക്കുന്നു എന്ന് പറയാൻ വേണ്ടി തുടങ്ങുന്നു. കാരണം എങ്ങനെയാണ് ബോറടിക്കുന്നത്? ഈ ചെറിയൊരു പ്രായത്തിൽ എങ്ങനെയാണ് ബോറടിക്കുന്നത്? അത്തരത്തിലൊരു ബോറടിയുടെ അവസ്ഥയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ഞങ്ങൾക്ക് ബോംബെ ഒന്ന് കാണണം, കൽക്കത്ത ഒന്ന് കാണണം അല്ലേ, ഒരു നല്ല ആഹാരം കഴിക്കണം, നല്ല ബിരിയാണി ഒന്ന് ഒരു ദിവസം കഴിക്കണം. ആ ബിരിയാണിക്ക് വേണ്ടി നമ്മൾ ഒരു മാസം 2 മാസം ആലോചിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഒരു ബിരിയാണി ഒന്ന് കിട്ടൂ. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടു. അപ്പൊ ആ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമുക്ക് ബോറടിയില്ല. ബിരിയാണി തന്നെയാണ് കൂടുതലും ഉറക്കത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുന്നത്, ബിരിയാണി മാത്രമാണ് അല്ലേ. നമ്മുടെ വീട്ടിലേക്കൊക്കെ പണ്ട് ഒരാൾ വിരുന്ന്, അതായത് ഒരു ഗസ്റ്റ് വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പല ചിക്കൻ ഉണ്ടാവുള്ളൂ. ഇന്ന് ഓരോ സമയത്തും എന്താണ്, ചിക്കനാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ആഗ്രഹങ്ങളും ഒരു 25 വയസ്സാകുമ്പോഴേക്ക് തീരും. ഇവിടെ ഇപ്പൊ യൂറോപ്പിലേക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് യൂറോപ്പ് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ യൂറോപ്പിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് യൂറോപ്പിനെ അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നത്, ഇപ്പൊ കാണാനേ പറ്റുന്നുള്ളൂ. ഇനി കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് യൂറോപ്പിന്റെ അനുഭവം, യൂറോപ്പിന്റെ സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്ന അനുഭവം കൂടി ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ തീർന്നിട്ട് 25 വയസ്സാകുമ്പോഴേക്കും 80 വയസ്സായ ഒരുത്തന്റെ ഒരു പക്വതയിലോ അപക്വതയിലോ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ പറയും അപാരമായിട്ട് ബോറടിക്കുന്നു എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഏത് വേണം ഏത് വേണ്ട എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നതാണ്. നിങ്ങൾക്ക് ഏത് വേണം ഏത് വേണ്ട. ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞു നിർത്താം. ഇപ്പൊ ഫുഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അന്ന് വിശപ്പിന് വേണ്ടിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഇന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഫുഡിന്റെ ടേസ്റ്റ് നോക്കിയിട്ടല്ല, ഫുഡിന്റെ സൗന്ദര്യം നോക്കിയിട്ടാണ്. ഫുഡിന്റെ സൗന്ദര്യം, ഒരു ഫലൂദ നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവം? ഒരു കല്യാണ പെണ്ണ് വന്ന് നിൽക്കുന്ന പോലെയാണ് ഫലൂദ അല്ലെ. ഒരു കല്യാണ പെണ്ണിനെ അണിയിച്ചു കൊണ്ട് നിങ്ങൾക്ക് ഒരുക്കിയിട്ട് അവിടെ നിർത്തുന്ന പോലെയാണ് ഒരു ഫലൂദ. ആ ഫലൂദിനെ നോക്കി കുറെ സമയം നമ്മൾ പ്രേമിച്ചു പോകും ഫലൂദയെ. അപ്പൊ അമ്മാതിരി സാധനങ്ങളാണ്. അപ്പൊ ഇങ്ങനെ നമ്മളെ ഈ നിറങ്ങളിലൂടെ പ്രലോഭിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല, ഡാറ്റ ബാങ്കാണല്ലോ തീരുമാനിക്കുക. നിങ്ങൾക്ക് അറിയാലോ, എന്നെ കൂടുതൽ വിവരമുള്ള ആൾക്കാരാണ് നിങ്ങൾ. ഡാറ്റ ബാങ്കാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നു ഇന്ന് കഴിച്ചാണ് അല്ല. നിങ്ങൾ ഈ പിസ തിന്നുന്ന ആൾക്കാരെ എപ്പോൾ ഉണ്ടായിട്ടുള്ളത്? പിസ ഈ അടുത്ത കാലത്തല്ലേ തിന്നുകൊണ്ടിരിക്കുന്നത്. ഡോമിനോസും മറ്റേ സാധനങ്ങളൊക്കെ വന്നിട്ട് പിസ കൊണ്ടുവന്നിട്ട് അടിച്ചു മാറ്റുന്നുണ്ടല്ലോ. കാരണം ഈ പിസ എന്ന് പറഞ്ഞ സാധനം തിന്നുന്നതിന് കുഴപ്പമൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ഞാനും പിസ കിടക്ക് തിന്നാറൊക്കെ ഉണ്ട്. പക്ഷെ പിസ തിന്നുന്നതല്ല, ഈ പിസയിലേക്ക് നിങ്ങൾ കൊണ്ടുവരാം. അത് നിങ്ങളുടെ ഫുഡേ അല്ല എന്നുള്ളതാണ്. ആ പിസയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാണ്. പിന്നെ പിസ തിന്നിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം? വേണ്ട അല്ലെ. നമ്മള് മറ്റേ കാക്കമുട്ട എന്ന് പറയുന്ന ഒരു പടം കണ്ടിട്ടില്ല? കാക്കമുട്ട എന്ന് പറഞ്ഞ പിസക്ക് വേണ്ടിയിട്ട് ജീവിതകാലം കൂടെ നടന്ന 2 കുട്ടികൾ അവസാനം പിസ കിട്ടിയപ്പോഴാണ് പറഞ്ഞത് ഇതാണ് സാധനം എന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു സംഭവം ഉണ്ട്. അത് വലിയൊരു രാഷ്ട്രീയമുണ്ട് ആ സാധനം. അപ്പൊ ഈ പിസ എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് ഇപ്പോ പിസ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കഴിക്കുന്നത്. പിസ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്.
കാരണം ഞാൻ വിസ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്താ ഈ സമൂഹത്തിൽ, ഈ ഒരു അർബൻ സമൂഹത്തിൽ ഞാൻ എന്തോ പിന്നോട്ടായി പോകുന്നു എന്നൊരു ഇതുകൊണ്ടാണ് പലപ്പോഴും വേണ്ടാതെ കൊണ്ടും ഭയങ്കര ടേസ്റ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, പിസ്സ നിങ്ങൾ പലപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ പാസ്ത എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. ഈ പാസ്ത ഇങ്ങനെ വെട്ടിപിഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് മുഴുവൻ എന്താണ്, ആ ഇറ്റലിയിലെ ചൂട് തണുപ്പിന് കഴിക്കുന്ന ഒരു സാധനമാണ്. ആ തണുപ്പിൽ എന്ത് ധരിച്ചോളൂ അല്ലെ. അവരൊക്കെ ഈ മാംസം എന്ന് പറയുന്നത് ഏകദേശം 3/4 വേവിച്ച് കഴിക്കുന്ന രാജ്യങ്ങളാണെന്നൊക്കെ. അതിന്റെ ഈ തണുപ്പ് കൊടുത്തൊക്കെ ഈ ചൂടിന് ഈ സമയത്ത് ഈ 34 ഡിഗ്രിക്ക് ഈ പിസയും ഈ പാസ്തയും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഇത് നിങ്ങൾ കൊണ്ട് നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത് പറയുമ്പോഴേക്ക് തന്നെ ഇവിടെ ടാറ്റ ബാങ്കിൽ അത് ഇത് ചെയ്ത്, കാരണം അവർ തീരുമാനിക്കണം ഇതാ എനിക്ക് പിസ കഴിക്കാനുള്ള ഒരു ആഗ്രഹം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പിസയിലേക്ക് നിങ്ങൾ മുഴുവൻ കൊണ്ടുപോകണം. അങ്ങനെ ഓരോന്നിലേക്കും ഈ പറയുന്ന ഡാറ്റ ബാങ്കുകൾ നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് അപ്പുറത്ത് അൽഗോരിതങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ ലോകം യഥാർത്ഥത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ രക്ഷയുള്ളൂ എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇപ്പോ ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ പുതിയ പഠനത്തിൽ അറ്റാക്ക് വന്ന് അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രശ്നം വന്നിട്ട് അച്ഛനെ പോലുള്ള ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാരെ രക്ഷപ്പെടും. അപ്പൊ അല്ലാതെ ആരും കിഡ്നി ഒന്നും തരാൻ നിൽക്കില്ല. നിങ്ങളുടെ കിഡ്നി ലിവറും അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു 30 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് അറ്റാക്ക് വന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ കാരണം ഈ പറയുന്ന ഈ തരത്തിലുള്ള ഈ സ്ട്രീറ്റ് ഫുഡും ഇത്തരത്തിലുള്ള ഒരു ഫുഡ് കൾച്ചറുമാണെന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളെയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ഈ ലോകം നിന്നുകൊണ്ടിരിക്കുന്നത്, കൊല്ലാൻ വേണ്ടിയിട്ടാണ് ലോകം നിന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ തലമുറയോട് നിങ്ങൾ വിദ്യാഭ്യാസം നേടേണ്ടത്, നിങ്ങൾ അവരിൽ നിന്ന് നേടേണ്ടത് എന്ത് വേണം എന്ത് വേണ്ട തീരുമാനിക്കാനാണ്. നിങ്ങളെ ഈ 24 മണിക്കൂറും നിങ്ങളെ മൊബൈലിൽ നിങ്ങൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ബ്രേക്ക് എടുക്കുക. അതിൽ നിന്ന് നിങ്ങൾ ഒരു അരമണിക്കൂർ വിട്ടു നിൽക്കുക. ഞാൻ നോക്കുന്നില്ല എന്ന് തീരുമാനിക്കാം അല്ലേ. നമ്മൾ നോക്കുന്നില്ല. നമ്മുടെ വസ്ത്രം ബഹിഷ്കരിച്ച ആൾക്കാരാണ് അല്ലെ. നമ്മൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് വിദേശ വസ്ത്രം ബഹിഷ്കരിച്ച ആൾക്കാരാണ്. അങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളത്. അങ്ങനെ ബഹിഷ്കരിക്കാനുള്ള ഒരു സമയം, എല്ലാ സമയം നോക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നോക്കണം. പക്ഷെ നമ്മളെ എന്താണോ നമ്മളെ പ്രലോഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ഒരു മാനസികമായ ശേഷി വളർത്തി കൊണ്ടുവരുന്നതിനെയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് ഇനി പറയേണ്ടി വരിക എന്നുള്ളതാണ്. അപ്പൊ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഇവിടുത്തെ അധ്യാപകന്മാർക്കും ഉണ്ട് എന്നുള്ളതാണ്. അധ്യാപകന്മാരെ വേണ്ടാത്തൊരു സമൂഹമാണിത്. ഇപ്പോ കേരളത്തിലെ ഒരു കെമിസ്ട്രി ടീച്ചർ മതി, കെമിസ്ട്രി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കെമിസ്ട്രി ടീച്ചർ മതി. സൈലം പോലുള്ള സാധനങ്ങളുണ്ട്. ആ സൈലത്തിന്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ കെമിസ്ട്രി ടീച്ചർ മതി. പക്ഷെ നിങ്ങളെ വൈകാരികതയോട് കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിക്കുന്ന ഒരു അധ്യാപകൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ അധ്യാപകൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് മനുഷ്യ ശരീരത്തിൽ മാത്രമേ ആ വികാരങ്ങൾ വരികയുള്ളൂ. അത്തരത്തിലുള്ള നിങ്ങൾ വൈകാരികയോട് സമീപിക്കുന്ന കുട്ടികൾക്ക് ഇതേപോലെ തന്നെ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് കാണിച്ചു കൊടുക്കുന്ന, അവരെ ആത്മാവിനോട് ചേർത്ത് നിർത്തുന്ന അധ്യാപകർക്ക് മാത്രമേ ഇനി ഈ കാലഘട്ടത്തിൽ രക്ഷയുള്ളൂ. അത്തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ വേണ്ടത്. അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസത്തിന്റെ തുടക്കം ഇട്ട ഒരു ആളാണ് യഥാർത്ഥത്തിൽ ദേവദാസി മദർ തെരേസ സെന്റ് റോസ് ഓഫ് ലിമ എന്ന് പറയുന്ന വ്യക്തിത്വം എന്ന് നമ്മളിവിടെ ഓർമ്മിക്കുകയാണ്. ആ ഓർമ്മക്ക് മുമ്പിൽ ഒന്നുകൂടി നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു.